തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി കൊലയിൽ 9 പോലീസുകാർക്ക് വധശിക്ഷ. മധുരൈ ജില്ലാ കോടതിയുടേതാണ് വിധി. 2020 ജൂണിലാണ് പി ജയരാജ്, മകൻ ജെ ബെന്നിക്സ് എന്നിവർ കൊല്ലപ്പെട്ടത്. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, അത്യസാധാരണമായ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു വിധി തന്നെയാണ്. 9 പേർക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നു. അതും ഈ 9 പേരും പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത. 2020 സംഭവം നടക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്ന അച്ഛനെയും മകനെയും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി മറ്റു പല കുറ്റങ്ങളും ചാർത്തി അവരെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഏതായാലും തമിഴ്നാട് പോലീസ് ഈ കേസ് തേച്ചു മാറ്റി കളയാൻ ഒരുപാട് നോക്കിയിരുന്നു. പ്രത്യേകിച്ച് പോലീസുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സേനയ്ക്കുള്ളിൽ നിന്ന് കാര്യമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ശരീരത്തിലേറ്റ പരിക്ക് സാധാരണ പരിക്കല്ല, അടികൊണ്ട് മർദ്ദനമേറ്റുണ്ടായ പരിക്കാണ് എന്നൊക്കെയാണ് പോലീസ് കോടതി കണ്ടെത്തിയത്. അതായത് കസ്റ്റഡി മർദ്ദനത്തിന് തെളിയിക്കുന്ന തരത്തിൽ നിരവധി തെളിവുകൾ ഇവരുടെ ശരീരത്തിൽ നിന്ന്, മൃതദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ മരിച്ച 2 പേരും, അതായത് ജയരാജും മകൻ ബെന്നിക്സും വിധേയരായത്. പ്രത്യേകിച്ച് രഹസ്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ലാത്തി കൊണ്ട് കുത്തി ഒരു രാത്രി മുഴുവൻ മർദ്ദിച്ച് ഇവരെ അവശരാക്കി എന്നൊക്കെയാണ് ഈ പോലീസ് കോടതി കണ്ടെത്തിയത്. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ തെളിവുകൾ നശിപ്പിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിലും വിചാരണ ഘട്ടത്തിൽ വന്നപ്പോൾ ഈ തെളിവുകളെല്ലാം തന്നെ പാളിപ്പോവുകയായിരുന്നു. ഒടുവിലാണ് കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ച് വിചാരണ പൂർത്തിയാക്കി കോടതി ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. ഇന്ന് മധുരൈ ജില്ലാ കോടതി ഈ വിഷയത്തിൽ ഈ കേസിൽ വിധി പറയുകയാണ്. ഈ 9 പോലീസുകാരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സ്റ്റേഷൻ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീധർ, സബ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ബാലകൃഷ്ണൻ, രഘു, ഗണേഷ്, N മുത്തുരാജ, സാംദുരൈ, ചെല്ലദുരൈ, തോമസ് ഫ്രാൻസിസ്, മുരുകൻ, വെയിലുമുത്തു എന്നിങ്ങനെ 9 പോലീസുകാരെയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് മധുരൈ ജില്ലാ കോടതി.